Good evening, students. ഇന്ന് നമ്മൾ HSA ഇംഗ്ലീഷിന്റെ ഓറിയന്റേഷൻ സെഷനുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി ഒരു ഓറിയന്റേഷൻ സെഷൻ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് HSA ഇംഗ്ലീഷിന്റെ സെക്കൻഡ് ഓറിയന്റേഷൻ സെഷൻ ആണ് മീരാസ് ഇംഗ്ലീഷ് ഹബിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇന്നലെ നമ്മുടെ ആപ്ലിക്കൻസിന്റെ ലിസ്റ്റ് ഒക്കെ വന്നു. എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഓരോ ഡിസ്ട്രിക്ട് വൈസ് എന്നൊക്കെ എല്ലാവർക്കും അറിയാൻ സാധിച്ചു. അതെല്ലാവർക്കും ഒരു ഊർജം പകർന്നു കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സ് എത്ര പേരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു അല്ലേ. ഇവിടെ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് പൊതുവെ ഞാൻ ഒരുപാട് എക്സ്ക്യൂസസ് കേൾക്കുന്നുണ്ട് നമ്മളുടെ സ്റ്റുഡൻസിന്റെ ഭാഗത്തു നിന്നും. വർക്കിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട്, അതുപോലെ തന്നെ പല സാഹചര്യങ്ങൾ കൊണ്ട് പഠിക്കാൻ പറ്റാത്ത സ്റ്റുഡൻസ് ഉണ്ട്. ഇനി എല്ലാ ടൈം ഉണ്ടെങ്കിലും മടി പിടിച്ചിരിക്കുന്നവരും ഒരുപാട് പേരുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി എത്രയാണ്? കമന്റ് ചെയ്യൂ. ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുവാണല്ലോ, ഗ്രൂപ്പിലും ഇതിലുമായിട്ടൊക്കെ ഞാൻ പറയാറുണ്ട് അല്ലെ. അപ്രോക്സിമേറ്റ് എത്ര ദിവസമാണ് നമ്മളുടെ കയ്യിലുള്ളത്? എത്ര ദിവസമാണ് നമ്മളുടെ കയ്യിലുള്ളത്? 180 days ആണ് അല്ലെ. 180 days. അപ്പോൾ നമുക്കറിയാം ഇനി മുന്നോട്ട് ചെല്ലും തോറും ഈ ദിവസങ്ങളൊക്കെ എന്താകും? ഈ ദിവസങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ. ഈ ദിവസങ്ങളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടായിരിക്കും ഇരിക്കുക. ഓക്കെ. അപ്പോ ഇനി ഫെബ്രുവരി ആയിട്ടുണ്ട്. ഇപ്പോ ഫെബ്രുവരി, മാർച്ച്. ഫെബ്രുവരി ഒക്കെ പെട്ടെന്ന് പോകും. ഇനി മാർച്ച് എന്ന് പറയുന്നത് അതും നമ്മൾ ഫാസ്റ്റ് ആയിട്ട് കടന്നു പോകും. അത് കഴിയുമ്പോൾ നമ്മളുടെ കയ്യിൽ ഒരു 100 days, പിന്നെ 2 digit നമ്പറിലോട്ട് ഇത് മാറും. അപ്പൊ ദിവസങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾക്ക് സ്വപ്നത്തിലോട്ടുള്ള ദൂരം എന്ന് പറയുന്നത് കുറയുകയാണ് അല്ലെ. നമുക്ക് നേടിയെടുക്കാനായിട്ട് ഈ ഒരു കുറച്ച് ആ ഒരു ടൈം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഈ ടൈം മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നതാണ് നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ആദ്യം തന്നെ കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പൊ എൻ്റെ ആപ്പിലെ സ്റ്റുഡൻസിന് ഒരു പക്ഷേ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാൻ സാധിക്കും. 1 second. ഇവിടെ സൂപ്പർ 6, അതായത് സൂപ്പർ 6 6 ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിലോട്ട് കൊണ്ടുവരികയാണ്. നിങ്ങൾ പഠിച്ച ചോദ്യങ്ങളാണ്. ഇതിലെ ആദ്യത്തെ ചോദ്യം ഹു പെയിന്റഡ് ദ പോർട്രേറ്റ് ഓഫ് ഡച്ചസ് ആണ്. അപ്പൊ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഉത്തരം വന്നു അല്ലേ. ഫ്രാപ്പ് ആൻഡ് ഡോൾഫ് എന്നൊരു ഉത്തരം. ആരാണ് ഡച്ചസിന്റെ പോർട്രേറ്റ് പെയിന്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും. ഇതാണ് സർഫേസ് ലെവൽ ചോദ്യം എന്ന് പറയുന്നത്. സർഫേസ് ലെവൽ ചോദ്യം. എല്ലാവരും എത്ര പെട്ടെന്നാണ് ആൻസർ പറയുന്നത്. ചിലവർക്ക് ആൻസർ ചെയ്യാൻ ഈ പറയുന്ന പോലെ നിമിഷങ്ങൾ മാത്രം മതി അല്ലേ. ഓക്കെ, പെട്ടെന്ന് ആൻസർ ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. അപ്പൊ സൂപ്പർ 6 ചോദ്യങ്ങളാണ്. ഇത് നിങ്ങളെ അളക്കും. നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനും നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിൽ നിന്നും മനസ്സിലാക്കി തരാനും കൂടിയാണ് ഇതിവിടെ കൊടുത്തിട്ടുള്ളത്. ടു ഹൂം ഈസ് ദി പോം എ വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ് അറ്റ് റെസ്റ്റ്. അപ്പൊ അതിനെ പെട്ടെന്ന് പറയൂ അല്ലെ. ഡൺസ് മദർ, ഡൺസ് ഫാദർ, ഡൺസ് വൈഫ് ആണ് അല്ലെ. സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ സർഫേസ് ലെവൽ ചോദ്യങ്ങൾ, ഈ ആൻസേഴ്സ് എങ്ങനെയാണോ സ്ക്രോൾ ചെയ്ത് പോകുന്നത് അതുപോലെ ആയിരിക്കും എല്ലാവരും ഉത്തരം നൽകുക എന്നതാണ് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ. അപ്പൊ സർഫേസ് ലെവൽ ചോദ്യങ്ങൾ പഠിച്ചു വെക്കുക. അതെല്ലാവരും ഉത്തരം നൽകുന്ന ചോദ്യങ്ങളാണ്. അത് പൊതുവെ നമ്മളിപ്പോ ഈ PSCയുടെ ഒക്കെ 10th ലെവലും നമ്മുടെ ഡിഗ്രി പ്രിലിംസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം പൊതുവെ എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ എല്ലാവരും ആൻസർ ചെയ്യും. അതുകൊണ്ട് തന്നെ എക്സാം ഈസി ആണെന്ന് പറയുമ്പോൾ അതില് നമുക്ക് നമ്മൾ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ എത്താൻ സാധ്യത കുറവാണ്. ഇനി ആവറേജ് ലെവൽ ചോദ്യങ്ങളിലോട്ട് നമ്മൾ പോകുന്നു. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് എ തീം എക്സ്പ്ലോർഡ് ഇൻ വാലിഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ്? ഒന്ന് ചിന്തിക്കണം. ഒന്ന് ചിന്തിച്ച് ആൻസർ ചെയ്യേണ്ട ചോദ്യങ്ങളാണ് ഈ ആവറേജ് ലെവൽ ചോദ്യങ്ങൾ. ഇതുപോലെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാം. അവിടെയും ആൻസേഴ്സ് വന്നു, പക്ഷെ സ്പീഡ് ഒരു ഇത്തിരി ഒന്ന് കുറഞ്ഞു അല്ലെ. ഒരു ചെറിയൊരു
സ്പീഡിന് ഒരു കുറവ് വന്നു. നേച്ചർ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആവറേജ് ലെവൽ ചോദ്യങ്ങൾ. നെക്സ്റ്റ് ഒരു ആവറേജ് ലെവൽ ചോദ്യം കൂടി നമുക്ക് നോക്കാം. ഒന്ന് ചിന്തിച്ചിട്ട് വേണം ആൻസർ കൊടുക്കാൻ. അതാണ് ഈ ആവറേജ് ലെവൽ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഹാപ്പി ഐൽസ് മെൻഷൻഡ് ഇൻ ദി പോം യുലിസസ് ഈസ് എ റെഫറൻസ് ടു Isles of the Blessed, Fortunate Isles, Canary Islands, Elysium, all of the above. All. അവിടെയും ഒന്ന് നിങ്ങൾ ചിന്തിച്ചു, എന്നിട്ട് നിങ്ങൾ ഉത്തരം നൽകി all of the above എന്ന് ഉത്തരം നൽകി അല്ലേ. ഓക്കെ, അപ്പൊ ഇതാണ് സർഫേസ് ലെവലും ആവറേജ് ലെവലും. അപ്പോൾ അവിടെയും ഉത്തരങ്ങൾ ഫാസ്റ്റ് ആയിട്ട് വന്നു. ഇനി നമ്മൾ നമ്മളുടെ ഡിഫിക്കൽട്ട് ലെവൽ ചോദ്യങ്ങളിലോട്ട് അല്ലെങ്കിൽ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളിലോട്ട് പോവുകയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ പരിചിതമായത് കൊണ്ട് ഉത്തരം നൽകാനായിട്ട് സാധിക്കും. പുറത്തു നിന്നുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ഇത് നൽകാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. A Shakespeare sonnet is almost as much a synonym for love poem as Mona Lisa is for beautiful women. Is a critical comment of dash. ഇതാരുടെ ക്രിറ്റിക്കൽ കമന്റ് ആണ്? ഇതാരുടെ ക്രിറ്റിക്കൽ കമന്റ് ആണ് എന്നാണ് ചോദ്യം. നമ്മുടെ സ്ക്രോൾ ബോക്സ് ഇവിടെ ഒരു സ്റ്റക്കായിട്ട് നിന്നതുപോലെ നിൽക്കുന്നു അല്ലേ? അതെ, റബീൻ ആൻസർ പറഞ്ഞു. ഇവിടെയാണ് റാങ്ക് മേക്കേഴ്സ് വരുന്നത് അല്ലേ? കണ്ടോ, ഡോൺ പാറ്റേഴ്സൺ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ചോദ്യമാണ്. അതെ, അതുല്യ, സജിത. ഓക്കെ, ഡോൺ പാറ്റേഴ്സന്റെ കമന്റ് ആണിത്. ഡോൺ പാറ്റേഴ്സന്റെ കമന്റ്. ഇവിടെയാണ് നമ്മൾ റാങ്ക് മേക്കിംഗ് നമ്മൾ എങ്ങനെ ഒരു റാങ്ക് മേക്കർ ആകുന്നു എന്നത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത ചോദ്യം, ഡാഷ് ട്രാൻസ്ലേറ്റഡ് രവീന്ദ്രനാഥ് ടാഗോർസ് ഗീതാഞ്ജലി into Malayalam. His translation was selected for Kendra Sahitya Academy Translation Prize in 2017. അദ്ദേഹം ഈ വർഷം 2024 ഫെബ്രുവരിയിൽ മരണമടഞ്ഞു എന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആരാണ് ഈ റൈറ്റർ? മലയാളം റൈറ്റർ. ഗീതാഞ്ജലി മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് രണ്ടാമത്തെ വ്യക്തിയെ ആകുന്നുള്ളൂ അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി ട്രാൻസ്ലേഷൻ പ്രൈസ് ലഭിച്ചത്. ജി ശങ്കരക്കുറുപ്പ് അല്ല. ജി ശങ്കരക്കുറുപ്പ് ആദ്യം ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി ട്രാൻസ്ലേഷൻ പ്രൈസ് ലഭിച്ചിട്ടില്ല. ജി ശങ്കരക്കുറുപ്പിന് ട്രാൻസ്ലേഷൻ. രണ്ടാമത്തെ പോയിന്റ് നോക്കൂ. ഹിസ് ട്രാൻസ്ലേഷൻ വാസ് സെലക്ടഡ് ഫോർ കേന്ദ്ര സാഹിത്യ അക്കാദമി ട്രാൻസ്ലേഷൻ പ്രൈസ് 2017. ജി ശങ്കരക്കുറുപ്പ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ പ്രൈസ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. എംടിയോ ഇവിടെ ആരും ആൻസർ പറഞ്ഞിരുന്നു. പ്രിൻഷ ആൻസർ പറഞ്ഞു. കറക്റ്റ് ആണ്, പ്രിൻഷ പറഞ്ഞത് കറക്റ്റ് ആണ്. ഓക്കെ, വിജീഷ്മ. അതെ, എൻ കെ ദേശമാണ് ഇവിടെ ആൻസർ. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ സർഫേസ് ലെവൽ ചോദ്യങ്ങൾ എല്ലാവരും ആൻസർ ചെയ്യും. ആവറേജ് ലെവൽ ചോദ്യങ്ങൾ നമ്മളൊന്ന് പോസ് ചെയ്ത് പതുക്കനെ ഒന്ന് ശ്രദ്ധിച്ച് ഒബ്സർവ് ചെയ്തിട്ടൊക്കെ ആൻസർ ചെയ്യും. പക്ഷേ ഇതുപോലെ ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്താണ് ഓപ്ഷനിൽ ആരുണ്ടാകും? നമ്മളുടെ ആരുണ്ടാകും? ശങ്കരക്കുറുപ്പ് ഉണ്ടാവും അല്ലെ? ജി ശങ്കരക്കുറുപ്പ് ഉണ്ടാകും. ഓക്കെ, അപ്പൊ ജി ശങ്കരക്കുറുപ്പ് ഈ രണ്ടാമത്തെ പോയിന്റ് അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത്. ഹിസ് ട്രാൻസ്ലേഷൻ വാസ് സെലക്ടഡ് ഫോർ കേന്ദ്ര സാഹിത്യ അക്കാദമി ട്രാൻസ്ലേഷൻ പ്രൈസ്. ആ ഒരു പോയിന്റ് അവിടെ ആഡ് ഓൺ ചെയ്യുമ്പോൾ നമ്മളുടെ ഉത്തരം എന്താകുന്നു? എൻ കെ ദേശമാകുന്നു. അപ്പോൾ എൻ കെ ദേശം അടുത്തിടെ ഫെബ്രുവരി ആ ഒരു ടൈമിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു കറന്റ് അഫെയർ എന്ന രീതിയിൽ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് കൊടുത്തതിന്റെ കാര്യം നമ്മൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ഇത് ആവറേജ് ലെവൽ ചോദ്യമല്ല, ഇതൊരു റാങ്ക് മേക്കിംഗ് പോയിന്റ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പഠിച്ച് ആൻസർ ചെയ്യുമ്പോഴാണ് നമ്മൾ റാങ്ക് മേക്കേഴ്സ് ആകുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ സെറ്റ് ആണ് എന്ന് വിശ്വസിക്കുന്നു. സെറ്റാണോ? സെറ്റാണെങ്കിൽ ഡബിൾ തംസ് അപ്പ്. അവരും സെറ്റാണ്. ഇനി നമ്മളുടെ ഇന്നലെ വന്നിട്ടുള്ള ആ ഒരു ന്യൂസ് അല്ലെ, നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ആണ്. ട്രിപ്പിൾ തംസ് അപ്പ് ഒക്കെയാണ് എല്ലാവരും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് കളേഴ്സിലൊക്കെ കുറച്ച് നമ്പേഴ്സ് കാണാം. നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്, നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ മലപ്പുറം, പാലക്കാടൊക്കെ വളരെ ആപ്ലിക്കൻസ് കൂടുതലാണ്. അപ്പൊ നമുക്ക് ട്രിവാൻഡ്രം മുതലൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ട്രിവാൻഡ്രം ആപ്ലിക്കൻസിന്റെ നമ്പർ എന്ന് പറയുന്നത് 1938 ആണ്.
ഓക്കെ 1938. കൊല്ലം 1189. അപ്പോൾ ഓരോ ജില്ലക്കാരും അവരവരുടെ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എത്രത്തോളം കോമ്പറ്റീറ്റേഴ്സ് ആണ് നിങ്ങൾക്കുള്ളത് എന്ന് മനസ്സിലാക്കി വെക്കുക. അതനുസരിച്ച് നിങ്ങളുടെ പഠനം ചിട്ടപ്പെടുത്തുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെറുതെ ഈ നമ്പേഴ്സ് നമ്മൾ കണ്ടു പഠിച്ചു വെക്കാനല്ല, നിങ്ങൾക്ക് എത്ര പേരെ കോമ്പീറ്റ് ചെയ്ത് വേണം നിങ്ങൾ മുന്നിലോട്ട് വരാൻ എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ പത്തനംതിട്ട 239. പത്തനംതിട്ട ജില്ലയിലെ അപ്പോയിന്റ്മെന്റ് നമ്മളുടെ അഡ്വൈസ് വളരെ കുറവാണല്ലോ പോയിട്ടുള്ളത്, പോയിട്ടില്ലെന്ന് തോന്നുന്നു. ആലപ്പുഴ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കൂടുതലാണ്. കോട്ടയം 469, ഇടുക്കി 349, അതുപോലെ എറണാകുളം 779. എറണാകുളത്തൊന്നും ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴും 779 പേര് അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമ്മൾ ഈ ഇംഗ്ലീഷ് ഈ ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് കേൾക്കുന്ന കാര്യങ്ങളൊന്നും ഇവരെ ഒന്നും ബാധിക്കുന്നില്ല. എല്ലാവരും പഠിക്കുവാണ്. അപ്പോ ഇവിടെ നമ്മൾക്ക് അതായത് അപ്പോയിന്റ്മെന്റ് നടക്കില്ല, അതാണ് നെഗറ്റീവ്സ് പറയുന്നവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് ഇത് സൂചിപ്പിക്കുന്നത്, ആപ്ലിക്കൻസിന്റെ എണ്ണം. ഓക്കെ, ഇവിടെ തൃശ്ശൂർ 933, പാലക്കാട് 2012, നല്ലൊരു നമ്പർ അല്ലേ. മലപ്പുറം 3659. പക്ഷെ മലപ്പുറം കുറവാണ് കേട്ടോ. മലപ്പുറത്തിൽ നിന്നും കുറച്ച് പേര് പാലക്കാടത്തേക്ക് പോയെന്നാണ് തോന്നുന്നത്. 4084 ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്പർ. മലപ്പുറം 4084 ആയിരുന്നു. അതിൽ നിന്നും കുറഞ്ഞിട്ടുണ്ട്. 3659 ആണ് ഇപ്പോ എല്ലാവരും വെച്ചിട്ടുള്ളത്. ഓക്കെ, 3659 ആണ്. പിന്നെ കോഴിക്കോട് 1321, വയനാട് 464, കണ്ണൂർ 1123, കാസർഗോഡ് 1435. ഇതാണ് നമ്പർ. എല്ലാവരും അവരവരുടെ ജില്ലയുടെ നമ്പർ നോട്ട് ചെയ്തോ? യെസ്. ഇനി നമ്മളുടെ ടോട്ടൽ ആപ്ലിക്കൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. 16368. ഓക്കെ, അപ്പൊ നമ്മളുടെ ടോട്ടൽ നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് ഇത്രയും പേരാണ് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത് എന്ന് ഓർക്കുക. ഇനി ഇതിലേതൊക്കെ ടൈപ്പ് ഓഫ് ആപ്ലിക്കൻസ്, ഇത് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ബൂസ്റ്റർ എന്ന രീതിയിൽ ഇതിൽ നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെടും എന്നും കൂടി നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കുറച്ച് കളേഴ്സിൽ കുറച്ച് പേരെ കാണാം. അതായത് ഇതിൽ കഴിഞ്ഞ എക്സാമിന് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ട് നിയമനം നടക്കാതെ പോയിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അതൊരു 50% സ്റ്റുഡൻസും അവരായിരിക്കും. റാങ്ക് ഹോൾഡേഴ്സ് ആയിരിക്കും, പക്ഷെ നിയമനം നടക്കാതെ പോയിട്ടുള്ളവരോ റാങ്കിൽ താഴെയുള്ളവരോ ഒക്കെ ആയിരിക്കാം. ഓക്കെ, ഇപ്പൊ റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്. അപ്പൊ ഈ റാങ്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോ എന്റെ സ്റ്റുഡൻസ് ആയിട്ടും റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ടാകും. ഈ റാങ്ക് ഹോൾഡേഴ്സിന് ചിലപ്പോൾ ഒരു കോൺഫിഡൻസ് നമുക്ക് കാണാൻ, നമുക്കറിയാവുന്ന ഒരു ഏരിയയാണ്, ഞാൻ പഠിച്ചിട്ടുള്ള ഒരു സിലബസ് മാറിയില്ല എങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആണ് എന്ന് നമ്മൾ ചിന്തിക്കാം. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ അസ്യൂം ചെയ്യേണ്ടത് നിങ്ങളൊരു ഫ്രഷർ ആണ്, ഒരു ബിഗിനർ ആണ്. അസ്യൂം ചെയ്ത് മുന്നേ പഠിച്ചു മുന്നേറാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ അസ്യൂം ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളൊരു ബിഗിനർ ആണ് എന്ന് അസ്യൂം ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ, എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ എത്താനായിട്ട് സാധിക്കുക. അപ്പോൾ ഇവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് എന്ന് ഞാൻ ഉദ്ദേശിച്ചതും അങ്ങനെ തന്നെയാണ്. 1, 2, 3 പ്രാവശ്യമൊക്കെ എക്സാം എഴുതാനായിട്ടുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അവർ എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ് ആണ്. ഈ ഒരു എക്സാമിന്റെ സിലബസ് അവർക്ക് സുപരിചിതമാണ് അല്ലെ. അതുകൊണ്ട് തന്നെ അവർക്ക് എക്സാമിന് നല്ലൊരു രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അപ്രോച്ച് ഒന്ന് വ്യത്യസ്തമാക്കിയിട്ട് പുതിയ കാര്യങ്ങളെ കൂടി ഉൾപ്പെടുത്തി ഒന്നുകൂടി ഇത് പോളിഷ് ചെയ്തെടുക്കണം. നമ്മൾ ആ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒരിക്കലും നെഗറ്റീവായിട്ട് നമ്മളെ ബാധിക്കാനായിട്ട് പാടില്ല. ഓക്കെ, ഇനി ബിഗിനേഴ്സ് ഉണ്ടോ എന്റെ ഗ്രൂപ്പില്? ഈ ഒരു ആപ്പിൽ ബിഗിനേഴ്സ് ഉണ്ടോ? ബിഗിനേഴ്സ് എന്ന് പറയുമ്പോൾ അവര് ഒരു 20% ബിഗിനേഴ്സിന്. അവര് ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ബിഗിനേഴ്സ് ഉണ്ട്, വെറുതെ ഈ എക്സാം എഴുതുന്നവരും കാണും ഇതില്. ഓക്കെ, അപ്പൊ ഈ 16368 എന്ന് പറയുന്ന നമ്പറും അല്ലെങ്കിൽ നമ്മൾ ഓരോ ജില്ലയിലെ നമ്പറും അഞ്ജന, രമ്യ, സാൻഡ്ര, ഓക്കെ ബിഗിനേഴ്സ്. അപ്പൊ ബിഗിനേഴ്സിൽ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ബിഗിനേഴ്സ് ഉണ്ട്, ജസ്റ്റ് ഫോർ ദി സേക്ക് ഓഫ് എക്സാം എഴുതുന്ന ബിഗിനേഴ്സും കാണും. അപ്പോൾ അതിൽ നിന്നും നമ്മൾ ഹാർഡ് വർക്കിംഗ് ആയിട്ട് മാറണം. നമ്മൾ കട്ടക്ക് ഇരുന്നിട്ട് പഠിക്കണം ബിഗിനേഴ്സ്. ഓക്കെ, അപ്പോൾ കട്ടക്ക് നന്നായിട്ടിരുന്ന് കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കി. ടെൻഷൻ ഒന്നും നിങ്ങൾക്ക് വേണ്ട. ഒരുപാട് ടെൻഷൻ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ചില കുട്ടികൾക്ക്. ഇപ്പൊ എസ് പറഞ്ഞപ്പോ പേരുകൾ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്.
നമ്മൾ നോർമലി നമ്മളുടെ കയ്യിലുള്ള സിലബസ് എന്താണോ അത് പഠിക്കുക. ഓക്കെ, നമ്മൾ പഠിക്കുക എന്ന പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടല്ലേ പിന്നീടുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. എക്സാമിന്റെ സിലബസിനൊന്നും വലിയ ചേഞ്ച് ഒന്നും കാണാൻ സാധ്യതയില്ല എന്നതാണ് ഇപ്പോൾ വരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും അറിയാൻ പറ്റിയേനായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ച് മുന്നേറാനായിട്ട് ശ്രമിക്കുക. നമ്മളൊരു ഓരോ ടൈമിൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഈ 180 days എന്ന് പറയുന്നത് ഇനി കൂടിക്കൊണ്ടിരിക്കില്ല, ഇനി കുറഞ്ഞു മാത്രമേ വരുവുള്ളൂ. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുന്നത്, റിസോഴ്സ് എന്ന് പറയുന്നത് സമയമാണ്, അല്ലെ, ടൈമാണ് എന്ന് മനസ്സിലാക്കുക. ആ ടൈം ബൗണ്ട് ആയിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുക. ഓക്കെ, പിന്നെ ടീച്ചേഴ്സിന്റെ ഒക്കെ ഫാമിലി എന്നുള്ള, അതായത് ഇപ്പോൾ പാരന്റ്സ് ടീച്ചേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഗവൺമെന്റ് ജോബിലുള്ളവർ, അങ്ങനെയുള്ളവരുണ്ടാകും. അവരൊക്കെ വളരെ എന്താ പറയുക, ഗൈഡഡ് ആയതുകൊണ്ട് തന്നെ അവരും അങ്ങനെയുള്ള സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ അവരും പഠിക്കും. അവർക്ക് ചിലപ്പോ ഇങ്ങനെ ഒരു ആപ്പിന്റെ പോലും ഗൈഡൻസ് വേണ്ടി വരില്ല, അവരല്ലാതെയും പഠിക്കും. അങ്ങനെയുള്ള സ്റ്റുഡൻസിന് എനിക്കറിയാം. പിന്നെ ഈ പൊതുവെ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ താഴോട്ട് പോകുന്ന ഒരു കാറ്റഗറിയാണ് ഈ ലിറ്ററേച്ചർ ലവേഴ്സ് അല്ലെങ്കിൽ പാഷനേറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഈ ലിറ്ററേച്ചറിനെ വളരെ എന്താ പറയുക, നെഞ്ചോട് ചേർത്ത് ആ ഒരു രീതിയിലൊക്കെ പഠിക്കുന്ന ഒരു കാറ്റഗറി ഉണ്ടാകും. പക്ഷെ അങ്ങനെ പഠിച്ചു വരുമ്പോൾ എന്ത് പറ്റും, ആ ഒരു അതായത് ഇൻഡെപ്ത് ആയിട്ട് ചില കാര്യങ്ങളെയൊക്കെ വെറുതെ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്ത് അതിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു പോകുന്നു. ഇപ്പൊ വുദറിംഗ് ഹൈറ്റ്സ് ആണെന്ന് വിചാരിക്കുക, ആ ഒരു സ്റ്റോറിയിൽ നമ്മൾ ലയിച്ചൊക്കെ പഠിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗ്ലാസ് മെനാജറി ആകട്ടെ, അങ്ങനെയൊക്കെയുള്ള വർക്ക്. പക്ഷെ അങ്ങനെ ഒരു പഠിത്തമല്ല ഇവിടെ ആവശ്യം. അതുകൊണ്ട് തന്നെയാണ് ഈ പാഷനേറ്റ് ആയിട്ടുള്ള പലവരും ഈ റാങ്ക് ലിസ്റ്റില് പിന്നോട്ട് പോവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. ഇവിടെ ടു ദ പോയിന്റ്, ഈ എക്സാമിന് എന്താണോ വേണ്ടത് അതനുസരിച്ച്, ഞാൻ നേരത്തെ ആ ക്വസ്റ്റ്യൻസ് കാണിച്ചത് അതിനു വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മളുടെ ഒരു ക്വസ്റ്റ്യന്റെ പാറ്റേൺ എന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ കുട്ടികൾ ഉത്തരം നൽകുന്ന രീതി ഇങ്ങനെയാണ്, ഈ ഒരു പേസ് ആണ് എന്ന് മനസ്സിലാക്കുക. അതനുസരിച്ച് വേണം നമ്മൾ പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ഈ പാഷനേറ്റ് ആയിട്ടുള്ളവർക്ക് അവർക്ക് ആ ഒരു പാഷനിൽ നിന്നും ഒന്ന് മാറി ചിന്തിച്ചുകൊണ്ട് ഈ എക്സാമിനെ പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി ഡിറ്റർമിൻഡ് ആയിട്ടും കൺസിസ്റ്റന്റ് ആയിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടൊക്കെ പഠിച്ചു പോകുന്നവര് ഒരു 30% സ്റ്റുഡൻസ് ഉണ്ടാവും ഇതില്. അവർ കറക്റ്റ് ആയിട്ട് പഠിക്കും, അവർ റാങ്ക് ലിസ്റ്റിൽ ടോപ്പ് റാങ്കേഴ്സ് ആവുകയും ചെയ്യും. ഓക്കെ, അതാണ് ഈ 30% എന്ന് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡിറ്റർമിൻഡ് ആണ്, കൺസിസ്റ്റന്റ് ആണ്, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകുന്നവരാണ്. അപ്പൊ നിങ്ങൾ ഏത് കാറ്റഗറിയിൽ വരും എന്ന് നിങ്ങൾ തന്നെ സ്വയം നിശ്ചയിക്കുക. ഇനി നിങ്ങളൊരു റോങ് കാറ്റഗറിയിലാണ് ഉള്ളതെങ്കിൽ അതിൽ നിന്ന് മാറി ചിന്തിക്കുക. ഒരു ഡിറ്റർമിൻഡ്, കൺസിസ്റ്റന്റ്, സിസ്റ്റമാറ്റിക് ആ ലെവലിലോട്ട് വരേണ്ടിയിരിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഹൗസ് വൈഫ്സും വർക്കിംഗ് പീപ്പിളും 75% ഇതിൽ ഹൗസ് വൈഫ്സ് ആയിരിക്കും. ബാക്കി വർക്കിംഗ് പീപ്പിൾ എന്ന് പറയുമ്പോൾ 90% അങ്ങനെ തന്നെയാണ്. പക്ഷെ ഈ ഹൗസ് വൈഫ്സിലും വർക്കിംഗ് പീപ്പിളിലും ഡിറ്റർമിൻഡും കൺസിസ്റ്റന്റും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള 30% ഇവരിലുണ്ട്. ഓക്കെ, എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിലും ഒക്കെ ആ 30% ഇവരിലൊക്കെ ഉള്ളവരാണ്. അവിടെ നിന്നും ഒക്കെ ഈ റാങ്ക് മേക്കേഴ്സ് വരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോ ഹൈലൈറ്റ് ചെയ്യുന്ന നിങ്ങളുടെ എക്സ്ക്യൂസസ് ഒന്നും ഒരു എക്സ്ക്യൂസ് അല്ല എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം എക്സാം, ഇത്രയും മികച്ച ഒരു എക്സാം, അതായത് നിയമനം നടക്കട്ടെ നടക്കാതിരിക്കട്ടെ അതിനെക്കുറിച്ചൊന്നും നിങ്ങളിപ്പോ ബോധേഡ് ആകണ്ട. ജോൺ കീറ്റ്സ് പറഞ്ഞതുപോലെ നമ്മളിപ്പോ ചിന്തിക്കേണ്ടത് ആ ഒരു നെഗറ്റീവ് കേപ്പബിലിറ്റി, അല്ലെ, ആ ഒരു ഇതില് നമ്മൾ അതിന്റെ പോസിറ്റീവ് മാത്രം കണ്ട, ആ ഒരു ഭംഗി മാത്രം ആസ്വദിച്ച് മുന്നോട്ട് പോവുക. ആ സാലറി, ആ ഫിഗർ, ആ ഒരു ദിവസം, നമ്മൾ ടീച്ചർ ആകുന്ന ദിവസം, അതൊക്കെ മാത്രം നമ്മൾ ആഗ്രഹിക്കുക, അതൊക്കെ മാത്രം നമ്മൾ സ്വപ്നം കാണുക, അതനുസരിച്ച് മുന്നോട്ട് പോവുക. ആ എക്സാം ഞാൻ എന്റെ ഭാഗം നന്നായിട്ട് നിർവഹിക്കും എന്ന് തീരുമാനിക്കുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ എല്ലാവരും നെഗറ്റീവ് മറ്റു കാര്യങ്ങൾ വേറെ ആയിട്ടുള്ള എക്സാമിനെ ബേസ് ചെയ്ത് സിലബസും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഈ ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഫെബ്രുവരി ആയി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് 1 മണിക്കൂറെങ്കിലും, മാക്സിമം 1 മണിക്കൂറെങ്കിലും നിങ്ങൾ ഈ ഒരു മാസം 1 മണിക്കൂറെങ്കിലും പഠിക്കാനായിട്ട് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഒട്ടും സമയം കിട്ടാത്തവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ബാക്കിയുള്ള ഒരു 3 hours 4 hours ഒക്കെ കണ്ടെത്താനായിട്ട് മാക്സിമം ശ്രമിക്കുക. അപ്പോൾ 1 മണിക്കൂറെങ്കിലും നമ്മൾ കണ്ടെത്തിയാൽ മാത്രമാണ് നമ്മൾക്ക് ഈ ഒരു എക്സാമിൽ റാങ്ക് ലിസ്റ്റിൽ എത്താനായിട്ട് പറ്റുക. ഇനി നമ്മുടെ ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ്, ഈ ലേറ്റസ്റ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്യപ്പെട്ട എക്സാമിന്റെ HSAയുടെ റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിലും സപ്ലിയിലും കൂടി ടോട്ടൽ ആയിട്ട് ഉണ്ടായിരുന്നത് 1416 ആണ്.
എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യവും ഈ 16,368 തന്നെ ആയിരുന്നോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. കാരണം ഞാൻ ഈ നമ്പർ അന്ന് പറഞ്ഞതുപോലെ എനിക്കൊരു ഓർമ്മ സെയിം നമ്പർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അത് വേറെ സോഴ്സ് ഒന്നും ഇല്ല നോക്കിയിരുന്ന് കൺഫേം ചെയ്യാനായിട്ട്. നമ്മളിവിടെ വളരെ ഇമ്പോർട്ടന്റും അല്ല. ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് മെയിനും സപ്ലിയിലും കൂടിയിട്ട് 1416 പേര്. അപ്പൊ നോക്കൂ, 16,000-ൽ നിന്നും എത്ര പേര് മാത്രമാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്? നമ്പർ കൂടുതലാണോ കുറവാണോ? എന്ത് പറയുന്നു? 16,000 തന്നെയായിരുന്നു. 16,300 സംതിങ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യവും. ഈ പ്രാവശ്യവും അതുപോലെ തന്നെ വന്നിട്ടുണ്ട് നമ്പർ. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്തിട്ടുള്ളവർ, ആപ്ലിക്കൻസ്. അപ്പോൾ 1416 എന്ന് പറയുന്നത് വളരെ ചെറിയൊരു നമ്പർ ആണ് അല്ലേ? അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കാൻ പറ്റി? പറയൂ. നമ്മളുടെ റാങ്ക് ലിസ്റ്റ് ചുരുങ്ങും അല്ലെ? റാങ്ക് ലിസ്റ്റില് മെയിൻ ലിസ്റ്റ് ഒക്കെ വളരെ ചെറുതായിരിക്കും. മെയിൻ ലിസ്റ്റിലൊക്കെ ഉൾപ്പെടുന്നവരുടെ എണ്ണം വളരെ കുറവായിരിക്കും. നോട്ട് ചെയ്ത് വെക്കുക. കഴിഞ്ഞ പ്രാവശ്യം മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് 562 പേര് മാത്രമാണ്. ടോട്ടൽ ആയിട്ട് 562 പേര് മാത്രമാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് ഓർക്കുക. ഓക്കെ, നമ്മൾ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. മലപ്പുറത്ത് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് 152 പേര്. അപ്പൊ നെക്സ്റ്റ് ഈ HSAയില് 152 പേരും പോലും ചിലപ്പോൾ വരാൻ സാധ്യതയില്ല. ഒരു 100 പേരായിരിക്കും ഉൾപ്പെടാൻ സാധ്യത. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പഠനം എത്രത്തോളം നിങ്ങൾ മാറ്റേണ്ടിയിരിക്കുന്നു, എന്തൊക്കെ എഫേർട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കുക. ട്രിവാൻഡ്രം 31 പേര് മാത്രമാണ്. കണ്ണൂർ 30 പേര് മാത്രമാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. പാലക്കാട് 76. കട്ട് ഓഫും ശ്രദ്ധിച്ചോളുക. ഞാനത് നേരത്തെ പറഞ്ഞതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. കൊല്ലം 49. ആലപ്പുഴ 10 പേരായിരുന്നു. കാസർഗോഡ് 59. അപ്പൊ ഇതിൽ നിന്ന് ചുരുങ്ങാം. ഇതിലും താഴോട്ട് പോവാനാണ് സാധ്യത. കാൻഡിഡേറ്റ്സ് കോഴിക്കോട് 50, 41 വയനാട്, 10 കോട്ടയം. ഓക്കെ, അപ്പൊ ഇങ്ങനെയായിരുന്നു നമ്മളുടെ കഴിഞ്ഞ ലിസ്റ്റ്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കുറയും എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കുറയും എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ആ ഒരു ടോപ്പ് റാങ്കിൽ എത്തുക എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് പോയിന്റ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൂൾ ആയിട്ട് കാണുന്നത് എന്തിനെയാണ്? നിങ്ങളുടെ കയ്യിലുള്ള റിസോഴ്സസിനെയാണോ? അതായത് ആപ്പിലൂടെയൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന സ്റ്റഡി മെറ്റീരിയൽസും വീഡിയോ ക്ലാസ്സസും അതാണോ? അതോ നിങ്ങളുടെ സമയത്തെയാണോ നിങ്ങൾ വിലമതിക്കുന്നത്? എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൂൾ ആയിട്ട് നിങ്ങൾ കാണുന്നത്? റിസോഴ്സസും ടൈമും തരികയാണെങ്കിൽ നിങ്ങൾ എന്ത് സെലക്ട് ചെയ്യും? സമയമാണ് അല്ലെ? ടൈമാണ് ഏറ്റവും വലുത്. ഏറ്റവും വലിയ റിസോഴ്സ് എന്ന് പറയുന്നത് ടൈമാണ്. അതുകൊണ്ട് തന്നെ ടൈം എന്ത് ചെയ്യണം? ടൈം നമ്മളുടെ കയ്യിൽ ഇപ്പോൾ മാക്സിമം ഉണ്ട്. 180 ഡേയ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് നോക്കുമ്പോൾ 6 മാസം അല്ലെ? 6 മന്ത്സ് ആണ് നമ്മളുടെ കയ്യിൽ കിട്ടുന്നത്. ഈ 6 മന്ത്സിൽ 3 മന്ത്സ് ഇന്റൻസീവ് ആയിട്ട് പഠിച്ചുകൊണ്ട് 3 മന്ത്സ് റിവൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ടും ഈ റാങ്ക് ലിസ്റ്റിൽ ടോപ്പർ ആവാനായിട്ട് പറ്റും, ടോപ്പ് 6 ആവാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ റിസോഴ്സസ് ഓർ ടൈം എന്ന് പറയുമ്പോൾ നിങ്ങൾ ടൈമിനെ സെലക്ട് ചെയ്യും. കാരണം നമുക്ക് അവസാനം ഒരു 10 ദിവസമാണ് ഉള്ളത്, എല്ലാ റിസോഴ്സസും എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? 10 ദിവസം കൊണ്ടൊന്നും ഇത് പഠിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ പ്രൊഡക്റ്റീവായിട്ട് ഈ ടൈമിനെ യൂട്ടിലൈസ് ചെയ്യുക. ഇനി നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്ന് പറയുന്നതിൽ ഒരു കാര്യവും ഇല്ല. ഇപ്പൊ നിങ്ങൾ ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടു കാണും. നിങ്ങളും വേർ ദി മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ ഞാൻ പഠിപ്പിച്ച ക്ലാസ്സിൽ ഇരുന്നിട്ടുള്ളവരാണ്. എന്നാലും ഗീതാഞ്ജലിയുടെ ഒരു ചോദ്യം വന്നപ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ വന്നു അല്ലെ? അപ്പൊ ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിനല്ല ഇവിടെ റിവൈസ് ചെയ്യുക. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുമ്പോഴാണ് റിവിഷൻ ആ ഒരു സംഭവം റിവൈസ് ചെയ്യുമ്പോഴാണ്, റിപ്പീറ്റ് ചെയ്തൊരു കാര്യം അവതരിപ്പിക്കുമ്പോഴാണ് നമുക്ക് പല കാര്യങ്ങളും ഓർത്തെടുക്കാൻ പറ്റുക.
ഇപ്പൊ നമ്മളുടെ ജോൺ കീറ്റ്സിനെ ക്രിറ്റിസൈസ് ചെയ്ത ക്രോക്കർ വിൽസന്റെയും അതുപോലെ ലോക്ക് ഹാർട്ടിന്റെയും ഒക്കെ പേര് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പല ക്ലാസ്സിലും യുളിസസിൽ ടെന്നിസനെ ക്രിറ്റിസൈസ് ചെയ്തപ്പോൾ തൊട്ട് നമ്മൾ പറയുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കൊണ്ട് പല സ്റ്റുഡൻസും അത് പെട്ടെന്ന് ചോദിക്കുമ്പോൾ തന്നെ കമന്റ് ചെയ്യുന്നത് കാണാം. കമന്റ് ബോക്സിൽ പെട്ടെന്ന് ആ കമന്റ് വരും. അതെന്താണ്, നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്തു. അപ്പൊ നമ്മളുടെ ഈ ഒരു റിവിഷൻ ടൈമിൽ നമ്മൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പല കാര്യങ്ങളും പറഞ്ഞ് പഠിക്കും. ഇയേഴ്സ് ഒക്കെ നമുക്ക് അങ്ങനെ പഠിക്കാനായിട്ട് പറ്റും. അതാണ് റിപ്പീറ്റ്. അത് നിങ്ങളും അങ്ങനെ ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങളും പഠിക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് മിസ്ലീഡിംഗ് ആയിട്ടുള്ള കോണ്ടന്റിനോട്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഈ പാഷൻ, ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഒരു പാഷനേറ്റ് ആയിട്ട് എടുക്കുന്നവർക്ക് മിസ്ലീഡിംഗ് കോണ്ടന്റ് കുറെ കിട്ടും. കാരണം ഇതൊരു ഡ്രൈ എക്സാം ആയിട്ട് തന്നെ നിങ്ങൾ കാണുക. ഇവിടെ നമ്മളുടെ ഫീലിങ്സിനോ നമ്മളുടെ ആ ഒരു ലിറ്റററി അപ്രീസിയേഷനൊന്നും ഒരു സാധ്യതയും ഇവിടെ ഇല്ല. ഈ ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒബ്ജക്റ്റീവ് ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു എന്താ പറയുക, ഒരു ആംഗിൾ ഇതിന് ഈ ഒരു എക്സാമിന് ഇല്ല. അപ്പോൾ ഈ എക്സാമിന് വേണ്ടത് എന്താണോ അതാണ് നമ്മൾ പഠിക്കേണ്ടത്. പിന്നെ നമ്മൾക്ക് കേൾക്കുമ്പോൾ ഒരു എന്താ പറയുക, റിലാക്സേഷൻ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെയൊക്കെ കുറച്ച് ഒന്ന് ആസ്വദിച്ചൊക്കെ പോകാം. പക്ഷെ അത് മാത്രമായി പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു എക്സാമിന്റെ ട്രാക്കിൽ നിന്ന് മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ റിസർച്ച്, നിങ്ങളൊരു PhD സ്കോളർ ഒന്നും അല്ല, ആ ഒരു രീതിയിലൊന്നും നിങ്ങൾ പഠിച്ചു പോകരുതും. പഠിച്ചു പോയിട്ട് ഒരു കാര്യമില്ല, ഈ എക്സാമിന് അത് യൂസ്ഫുൾ അല്ല. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇനി ഭാവിയിൽ വേറെ എന്തെങ്കിലും കോളേജിലോ ഒക്കെ പഠിപ്പിക്കണമെങ്കിൽ അത് യൂസ്ഫുൾ ആകാം. പക്ഷെ ഈ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അത് യൂസ്ഫുൾ അല്ല. ടു ദ പോയിന്റ് കോണ്ടന്റ് ആണ്. അത് PYQs ഇപ്പൊ 2 അവൈലബിൾ ആണല്ലേ, 2015 അതുപോലെ തന്നെ 2022. ഈ 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ടൊന്ന് നോക്കുമ്പോൾ തന്നെ എന്താണ് പാറ്റേൺ എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ HSSTയും VHSC ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മളുടെ കയ്യിലുണ്ട്. പാറ്റേൺ മനസ്സിലാക്കാനായിട്ട് നമുക്ക് വലിയ പാടില്ല. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഭവം എന്ന് പറയുന്നത്, ഇപ്പോ നമ്മളുടെ സ്റ്റുഡൻസ് ഒക്കെ ഓൾറെഡി സെപ്റ്റംബർ ഓൺവേർഡ്സ് നമ്മളുടെ കൂടെ ഉള്ള സ്റ്റുഡൻസ് ആണല്ലോ. അപ്പോൾ ഈ സെപ്റ്റംബർ ഓൺവേർഡ്സ് ഉള്ളവരുണ്ട്, അത് കഴിഞ്ഞ് ജാനുവരിയിൽ ജോയിൻ ചെയ്തവരുണ്ട്, ഓരോരോ മന്തിലും ജോയിൻ ചെയ്തവരുണ്ട് അല്ലെ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ഈ ഒരു ഫെബ്രുവരി, ഇപ്പോ ഈ മന്ത് നിങ്ങളെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യാനായിട്ട്, അതായത് ബ്രെയിനിനെ ട്രെയിൻ ചെയ്യുക എന്ന് പറയുമ്പോൾ 1 മണിക്കൂർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒട്ടും സമയം കണ്ടെത്താൻ പറ്റാത്തവർ 1 മണിക്കൂർ കണ്ടെത്തുക. ആ 1 മണിക്കൂർ കറക്റ്റ് ആയിട്ട് ഒരു മാസം നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു കണ്ടീഷനിങ് പോലെ ആവും. അതൊരു ഹാബിറ്റ് ഫോർമേഷൻ പോലെ ആയിട്ട് നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് 1 മണിക്കൂർ ചെയ്യും. ഇനി നെക്സ്റ്റ് മന്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 2 hours എത്താം. അത് കഴിയുമ്പോൾ അത് വീക്ക്ലി ആക്കുക. ആ 2 hours നിങ്ങൾക്ക് 2.5 ആക്കാം, 3 എത്തിക്കാം. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ആഡ് ഓൺ ചെയ്ത് മുന്നോട്ട് പോകുക. ഓക്കെ, അതാണ്. അത് ഒരു സ്ലൈറ്റ് ഇൻക്രീസ് ആണെങ്കിലും നിങ്ങൾ കൊണ്ടുവന്ന് ടൈം പതുക്കെ ഇൻക്രീസ് ചെയ്ത് ആ ഒരു നിങ്ങൾ പഠിക്കുന്ന സമയം കൂട്ടി കൊണ്ടുവരിക. അതുപോലെ തന്നെ നമ്മൾ പിയർ ഗ്രൂപ്പ് സപ്പോർട്ട് വളരെ ഇഫക്റ്റീവ് ആണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ, എന്താണ് കോമ്പറ്റീഷൻ എന്ന് മനസ്സിലാക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മളിൽ ആ ഒരു വാശി വരില്ല. നമ്മൾക്ക് ആ ഒരു വാശി വരണമെങ്കിൽ എന്ത് ചെയ്യണം, ആ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ, ആ ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഈ നമ്പേഴ്സ് വന്നപ്പോൾ, ഈ ആപ്ലിക്കൻസിന്റെ നമ്പേഴ്സ് വന്നപ്പോൾ ഇങ്ങനെ ഒരു ഓറിയന്റേഷൻ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഓരോ ജില്ലയിലെയും നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സ് എത്രയാണ് എന്ന് മനസ്സിലായി. ഇത്ര പേര് ഞാൻ കോമ്പീറ്റ് ചെയ്താൽ മാത്രമാണ് എനിക്ക് ടോപ്പ് 6 എത്താൻ സാധിക്കുക. അതിൽ ഒരു ചോദ്യം തെറ്റിച്ചാൽ പോലും ഞാൻ റാങ്കിൽ താഴത്തോട്ട് പോകും എന്നൊക്കെയുള്ള കുറെ റിയലൈസേഷൻസ് ഉണ്ട് അല്ലെ. അതെല്ലാം നമ്മൾ മനസ്സിലാക്കി വേണം മുന്നോട്ട് പോവാനായിട്ട്. അപ്പോൾ ഈ പിയർ ഗ്രൂപ്പ് സപ്പോർട്ട് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മളുടെ ഓരോ ബാച്ചസിലൊക്കെ നന്നായിട്ട് സ്റ്റുഡൻസ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഓരോ കാര്യങ്ങളിലും ഒരു ആക്ടിവിറ്റി ഒക്കെ പറഞ്ഞാലും ആ ഒരു റെസ്പോൺസ് ഒരു പക്ഷെ എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആകാം. ലേസി ആയിട്ടിരിക്കുന്നവർ പോലും ചിലപ്പോൾ മറ്റുള്ളവർ ഇടുന്ന ആ ഒരു മെസ്സേജസ് ഒക്കെ കണ്ടിട്ട്, അല്ലെങ്കിൽ അവരുടെ ആൻസേഴ്സും അവരുടെ പാർട്ടിസിപ്പേഷനും കണ്ടിട്ട് മുന്നോട്ട് വരാം. ഓക്കെ, ആ ഒരു കോൾഡ് പാസ്റ്റേഴ്സ് എന്ന രീതിയിൽ നിന്നും ഒന്ന് മുന്നോട്ട് വരാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഗീവ് ആൻഡ് ടേക്ക് ആണ്. നമ്മൾ ഓരോ കാര്യങ്ങൾ, ഇപ്പൊ ഡൗട്ട് ആണെങ്കിൽ പോലും ഒരുപക്ഷെ നമ്മൾ ഗ്രൂപ്പിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്കും ഒരു എന്താ പറയുക, ഒരു എനർജി ആയിരിക്കും. ഇങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലേ എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ഗീവ് ആൻഡ് ടേക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പുതിയ പോയിന്റ് കിട്ടുമ്പോൾ നമുക്ക് പോസ്റ്റ് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്.
പിന്നെ ഗൈഡൻസ് വേണം, ഒരു മോട്ടിവേഷൻ, സ്റ്റഡി പ്ലാൻ, നിങ്ങളുടെ മിസ്റ്റേക്സ് എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി പോവേണ്ടിയിരിക്കുന്നു. ഓരോ ടൈമിൽ നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്സ്, അതിപ്പോ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു പോം വായിച്ചിട്ടില്ല എങ്കിൽ നമ്മൾക്ക് പറ്റുന്ന മിസ്റ്റേക്സ് ഒക്കെ നമ്മൾ ഓരോ ഡിസ്കഷന്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളും നമുക്കിവിടെ ചിലപ്പോൾ അത് വ്യക്തമായിട്ട് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റിയില്ല എങ്കിൽ പോലും പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയൊക്കെ മിസ്റ്റേക്സ് സംഭവിക്കാം എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലെ. അപ്പോൾ നമ്മളുടെ മിസ്റ്റേക്സ് മനസ്സിലാക്കുക, നെസസറി ആയിട്ടുള്ള കറക്ഷൻസ് വേണമെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഗൈഡൻസിന് വേണ്ടിയിട്ട് ഒരാൾ വേണം, കാരണം നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആകും. ആ ഡീമോട്ടിവേറ്റഡ് ആകുന്ന സമയത്ത് നമ്മൾക്ക് ഒരു ഗൈഡൻസ് അത്യാവശ്യമാണ്, എന്നാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് വരാനായിട്ട് പറ്റുക. ഓക്കെ. കൂടാതെ ചേഞ്ച് എന്താണ്, മാറ്റത്തെ ഉൾക്കൊള്ളാനായിട്ട് നമ്മൾ ശ്രമിക്കണം. എന്ത് മാറ്റമാണ് എനിക്ക് വരുത്തേണ്ടത്, എന്റെ മിസ്റ്റേക്ക് എന്താണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു വീക്ക് പോയിന്റ് എന്താണ്, അത് മാറ്റി ഞാൻ മുന്നേറും എന്ന് സ്വയം നമ്മൾ തീരുമാനിക്കേണ്ടി ഇരിക്കുന്നു. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളൊരു 1 month ഈ 1 hour എങ്കിലും പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ തന്നെ മോൾഡ് ചെയ്ത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ. ഇത് ഈ ഒരു എക്സാമിന് വേണ്ടി മാത്രമല്ല, നിങ്ങളെ ശരിക്കും അടുത്ത എക്സാംസിന് വേണ്ടി ഇപ്പൊ HSA ഇംഗ്ലീഷ് വിളിച്ചു, HSA ഇംഗ്ലീഷ് വിളിച്ചു എങ്കിൽ HSST ഇംഗ്ലീഷും വിളിക്കും. അപ്പൊ HSA ഇംഗ്ലീഷിലുള്ള HSSTയുടെ സിലബസ് എന്തായാലും ചേഞ്ച് ആവില്ല, അത് ലാസ്റ്റ് എക്സാമിന് ചേഞ്ച് ആയതാണല്ലോ. ഈ HSSTക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്, കാരണം ഒരു 50% ടോപ്പിക് HSA ഇംഗ്ലീഷിൽ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ബാക്കി കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഇത് ഇവിടെ തറവായിട്ട് പഠിക്കുവാണെങ്കിൽ അവിടെ നമ്മൾക്ക് അത്രയും അധ്വാനിക്കേണ്ട ആവശ്യം വരില്ല. അപ്പൊ നിങ്ങളെ തന്നെ മോൾഡ് ചെയ്യുവാണ്, ഈ എക്സാംസിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങളെ തന്നെ മോൾഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുവാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ ഇപ്പൊ സ്റ്റുഡൻസ് ഒക്കെ MCQ കളക്ഷന്റെ ഭാഗമായിട്ട് പോകുവാണ്. അപ്പൊ ഈ MCQ കളക്ഷൻ കൊണ്ട് മാത്രം നമ്മൾ ഈ MCQs ഒക്കെ മേടിച്ചു വെച്ച് ലാസ്റ്റ് ഇതൊക്കെ മറിച്ച് നോക്കിയാൽ മതി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും ഇത് ചെയ്യാം. ഇത് നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്നത് പോലെയോ കേരള റിനൈസൻസ് പഠിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സബ്ജക്ട് പഠിക്കുന്നത് പോലെയല്ല ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ആ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു വർക്കിനെ അടുത്തറിയുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് അതിന്റെ MCQ ചെയ്യാനായിട്ട് പറ്റുക. അതുകൊണ്ട് തന്നെ ഈ MCQയുടെ പിറകെ പോകുന്നത് ഒരു മണ്ടത്തരമാണ്. അത് മാത്രം സ്റ്റിക്ക് ചെയ്ത് അത് മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുക എന്ന് പറയുന്നത് മണ്ടത്തരമാണ് എന്ന് തന്നെ ഞാൻ പറയും. കാരണം നമുക്ക് ഒരു കാര്യത്തെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് ചോദ്യത്തിനും നമുക്ക് ഉത്തരം നൽകാനായിട്ട് പറ്റും. എന്നിട്ട് നിങ്ങൾ MCQ കളക്ഷൻസ് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കൂ, എന്നാൽ മാത്രമാണ് അത് യൂസ്ഫുൾ ആകുക. അല്ലെങ്കിൽ അത് ഒട്ടും നിങ്ങളെ എക്സാമിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് പോകുന്നില്ല. അത് ജസ്റ്റ് ഒരു റോട്ട് ലേണിംഗിന്റെ ഭാഗമായിരിക്കും. ഇതൊക്കെ കളക്ട് ചെയ്ത് വെച്ച് അവസാനം ഞാൻ ഇങ്ങനെ പഠിച്ചോളാം എന്ന് വിചാരിക്കുന്നത് ശരിയായ ഒരു ട്രാക്കിലുള്ളവരല്ല എന്ന് ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ ഇങ്ങനെ പഠിക്കുമ്പോൾ, അതായത് ഓരോ കാര്യങ്ങളും ഇപ്പോൾ ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ ഓരോ ലൈനൊക്കെ അങ്ങനെ എടുത്ത് പഠിക്കുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ഒരു പോം വായിക്കുമ്പോൾ ഓരോ ചോദ്യങ്ങളോ ഇങ്ങനെ ഒരു ചോദ്യം വരാലോ എന്ന് നിങ്ങളുടെ ബ്രെയിൻ തന്നെ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്ത് തുടങ്ങും. അപ്പൊ ഈ MCQ കളക്ഷനിലുള്ള ക്വസ്റ്റ്യൻസിനേക്കാളും മികച്ച ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങളുടെ മൈൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ. അതാണ് ഈ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യുക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ. ആ ഒരു രീതിയിൽ വേണം നമ്മളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഓക്കെ. ഇനി നിങ്ങളുടെ റാങ്ക് ഡിസൈഡ് ചെയ്യുക. ഇപ്പോ മലപ്പുറത്ത് അപേക്ഷിച്ചിട്ടുള്ളവരാണെങ്കിൽ 3608 എത്രയാണ് 3068 ആണ് അവിടുത്തെ നമ്പർ എങ്കിൽ അതിൽ എത്രാമത്തെ ആളായിരിക്കും നിങ്ങൾ ഇന്ന് ഡിസൈഡ് ചെയ്യൂ. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യൂ. നിങ്ങളുടെ പോസിറ്റീവ്സ് എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കും. പിന്നെ നമ്മൾ ഈ ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 3659, അപ്പോൾ ഈ 3659 അല്ലെങ്കിൽ മറ്റു ജില്ലകളുടെ നമ്പർ എത്രയാണോ അതിൽ എത്രാമത്തെ റാങ്ക് നിങ്ങൾ നേടുമെന്ന് നിങ്ങൾ ഇന്ന് ഉറച്ച് തീരുമാനിക്കണം. ഓക്കെ. എന്നാൽ മാത്രമാണ് നിങ്ങൾക്കത് നേടിയെടുക്കാനായിട്ട് പറ്റുക. ഓക്കെ. ചിലപ്പോൾ നിങ്ങൾ ഒട്ടും പഠിക്കാത്ത ഒരാളായിരിക്കും, പക്ഷെ നിങ്ങൾ അത് നിശ്ചയിക്കൂ. ഇന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്കത് 180 ഡേയ്സിനപ്പുറം നേടിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ മറ്റു ടോപ്പിക്സ് പഠിക്കും പോലെ നമുക്കൊരു ഡ്രൈനെസ് ഈ ഒരു ടോപ്പിക്കിൽ ഇല്ല. കാരണം കഥകളാണ്, എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. നമുക്കൊരു ഡൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല അല്ലെ. നമ്മൾ പഠിക്കുന്ന സമയത്താണെങ്കിലും ആ ഡൾനെസ് ഒക്കെ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്ന ഏരിയാസ് വളരെ കുറവാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം നന്നായിട്ടുള്ള ക്ലാസ്സസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് വരില്ല. ലിറ്ററേച്ചർ റിലാക്സേഷൻ ആണ് എന്ന് പറയാം. പിന്നെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് അറിവും നമുക്ക് ഒരുപാട് കാര്യങ്ങളും ലെസൺസ് ഒക്കെ ഈ വർക്ക്സിൽ നിന്നൊക്കെ കിട്ടും. അപ്പൊ
ഇപ്പൊ ലിംഗ്വിസ്റ്റിക്സ് ആണെങ്കിൽ ഒരു സയൻസ് പോലെയൊക്കെ നമുക്ക് പഠിക്കാം. ക്രിറ്റിസിസം, ഈ ക്രിറ്റിസിസം ഒക്കെ നമ്മളൊന്ന് വ്യക്തമായിട്ട് പഠിച്ചു വരുമ്പോൾ നമ്മളുടെ തന്നെ ഒരു എന്താ പറയാ ലെവലപ്പ് ആകുന്നൊരു ആ ഒരു കൈൻഡ് ഓഫ് ഫീൽ ആയിരിക്കും നമുക്ക് കിട്ടുക. അതുപോലെ ടീച്ചിങ് മെത്തഡോളജി ഒന്നും പഠിക്കാനുള്ള കാര്യങ്ങളല്ല, ഇതൊക്കെ നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ നമ്മളുടെ ആ ഒരു ഇതിനെ ഒരു ബ്രോഡൻ ചെയ്യാനായിട്ട് സഹായിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ ഇതൊരു കോച്ചിങ് ആയിട്ടോ ഇന്റൻസീവ് കോച്ചിങ്, ഒരു ക്യാമ്പ് പോലെ അങ്ങനെയൊന്നും കാണും. നിങ്ങളൊരു സമ്മർ ക്യാമ്പ് പോലെ വളരെ എൻജോയ് ചെയ്തുകൊണ്ട് മനസ്സിനെ ഒന്ന് റിലാക്സ് ചെയ്തുകൊണ്ട് ഈ 6 മന്ത്സിനെ നിങ്ങൾ കാണൂ. അവിടെ ഈ ഒരു 1 മണിക്കൂർ നിങ്ങൾ റിലാക്സേഷന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. കാരണം നിങ്ങളുടെ ഒരു ഡ്രീം റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാനായിട്ട് ആ ടൈം പറ്റും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ആ ഒരു ബിഗ് ഡേ നിങ്ങൾ കാണുക, നിങ്ങളെ അവെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ദിവസം അല്ലെ, നിങ്ങളൊക്കെ എന്താണ് ടോപ്പ് റാങ്കേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടുന്ന ആ ഒരു ദിവസം, നിങ്ങളുടെ ഡ്രീം കം ട്രൂ റിയലൈസ് ചെയ്യപ്പെടുന്ന ആ ഒരു ദിവസം, അന്ന് നിങ്ങളുടെ പാരന്റ്സിന്റെ മുഖത്ത് നിങ്ങൾ കാണുന്ന ആ ഒരു സന്തോഷം, നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ്, നിങ്ങളുടെ കുട്ടികൾ, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, ഇവരുടെയൊക്കെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ആ ഒരു സന്തോഷം, ആ ഒരു കോട്ടൺ സാരി തേച്ച് മിനുക്കിയ കോട്ടൺ സാരിയൊക്കെ ഉടുത്ത് നിങ്ങൾ സ്കൂളിലോട്ട് രജിസ്റ്റർ ആ ഒരു അറ്റൻഡൻസ് രജിസ്റ്ററിൽ സൈൻ ചെയ്യുന്ന ആ ഒരു പിക്ചർ, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക. ഓക്കെ, ഇന്ന് മുതൽ ഇതൊക്കെ നിങ്ങൾ രാത്രി എല്ലാ ദിവസവും രാത്രി ഒന്ന് വിഷ്വലൈസ് ചെയ്തിട്ട് കിടന്നുറങ്ങുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ സ്റ്റാറ്റസ് ഇടുന്നു. നമ്മൾ കണ്ടിട്ടില്ലേ ഇപ്പോ അഡ്വൈസ് മെമ്മോ സ്റ്റാറ്റസ് എന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോൾ ഒരുപാട് പാട്ടും സ്റ്റാറ്റസും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഒരു പാട്ടൊക്കെ നിങ്ങൾ ഇന്ന് തന്നെ സെറ്റ് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, അതുപോലെ ഈ ആ സാലറി മേടിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ പാരന്റ്സിന്റെയും അല്ലെങ്കിൽ ഹസ്ബൻഡ് ആരുടെങ്കിലും ഒക്കെ ആഗ്രഹങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്ത് കൊടുക്കുന്നു അല്ലെ, പാട്ടൊക്കെ ഓർത്തു അല്ലെ, ഹർഷയും അഞ്ജനയും. അപ്പോൾ ഈ ഒരു ട്രാക്ക് അല്ലെങ്കിൽ ഈ ഒരു ടാസ്ക് എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ട് നേടിയെടുക്കാൻ പറ്റില്ല. പക്ഷെ വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ഈസി അല്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ, പക്ഷേ ഇമ്പോസിബിൾ ആണെന്ന് പറഞ്ഞില്ല അല്ലെ. ഇമ്പോസിബിൾ അല്ല, നമുക്ക് ഐ ആം പോസിബിൾ എന്ന് പറയുന്നത് പോലെ ഇമ്പോസിബിളിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് അങ്ങനെ പറയുമല്ലോ. അപ്പോ ഐ എം പോസിബിൾ എന്നാണ്, ആ ഒരു സംഭവമാണ് നമ്മൾ മനസ്സിൽ കാണേണ്ടത്. ഓക്കെ, റിസോർട്ടൊക്കെ ഓക്കെയാണ് അല്ലെ ഫാത്തിമ? അതെ ഓക്കെ, അങ്ങനെ ആ ഒരു പാർട്ടിയൊക്കെ കൊടുക്കുന്നു അല്ലെ, അതൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ. നിങ്ങളുടെ സാലറി വെച്ചിട്ട് സ്വന്തമായിട്ട് അങ്ങനെ ചെയ്യുന്നൊരു സംഭവം, ഇത് നിങ്ങൾ എല്ലാ ദിവസവും വിഷ്വലൈസ് ചെയ്തിട്ട് കിടന്നുറങ്ങുക. അത് ഉറപ്പായിട്ടും 180 ഡേയ്സിനപ്പുറം എല്ലാ ജില്ലകളിലെയും ടോപ്പ് 6 നമ്മളുടെ കുട്ടികളെ നമുക്ക് കാണാനായിട്ട്, നമ്മളുടെ ഈ ആപ്പിലെ സ്റ്റുഡൻസിനെയും അതുപോലെ തന്നെ ഈ എക്സാമിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന നന്ന ഹാർഡ് വർക്ക് ചെയ്യുന്ന എല്ലാവരെയും കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഇവിടെ ഡീമോട്ടിവേറ്റഡ് ആയിട്ടും നമ്മൾ ഈ ലെയിം എക്സ്ക്യൂസസ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ ഫാസില നേരത്തെ ഡ്രീമിൽ സൈൻ ചെയ്തു, ഇനി എല്ലാ ദിവസവും സൈൻ ചെയ്തോളൂ. അത് 180 ഡേയ്സിനപ്പുറം അത് സത്യമാവട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. ഇനി നമ്മൾ ഈ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഒക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ പഠിക്കുക. നമ്മളുടെ മുന്നിൽ ഒരു സിലബസ് ഉണ്ട്, ആ സിലബസിനെ കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. എന്തായാലും ആ ഒരു സിലബസ് ഉണ്ടല്ലോ, ഒന്നും ഇല്ലാത്തൊരവസ്ഥയല്ലല്ലോ, നമ്മൾ അത് വെച്ചിട്ട് പഠിച്ചു മുന്നേറും. മാറ്റം എന്താണോ അതിന് നമ്മൾ വളരെ ധൈര്യത്തോടെ ചങ്കുറപ്പോടെ നേരിടും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പൊ എല്ലാവരുടെയും ഈ ഒരു സ്പിരിറ്റ് അടുത്ത ക്ലാസ്സുകളിലും നമ്മൾ തരുന്ന ആക്ടിവിറ്റീസിലും ഓരോ കാര്യങ്ങളിലും കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നന്നായിട്ട് പഠിക്കുക, മുന്നേറുക. താങ്ക് യു സോ മച്ച്.